ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ കാരുണ്യവും കൃപയും സമാധാനവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഈ രാത്രിയിൽ ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ദൈവത്തെക്കുറിച്ച് നാം ആഴമായി അറിയുക. ആരുടെ മുന്നിലാണ് നാം ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നത്? ദൈവം ലോകത്തിൻ്റെ പ്രകാശമാണ്. കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൻ്റെ പ്രകാശമാണ്. ഈ പ്രകാശം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ, നിങ്ങളുടെ കുടുംബത്തിൽ പ്രകാശിക്കുമ്പോൾ, കുടുംബത്തിലുള്ള അന്ധകാരം മാറിപ്പോകുന്നു. നമ്മുടെ ഹൃദയത്തിൻ്റെ ഓരോ അവസ്ഥയ്ക്കും മാറ്റമുണ്ടാകുന്നു. നമ്മുടെ ജീവിതത്തിന് വ്യത്യാസങ്ങൾ വരുന്നു. നമ്മുടെ ജീവിതത്തിൽ മുടങ്ങിക്കിടക്കുന്ന അനുഗ്രഹങ്ങളെ അവിടുന്ന് ഉയർത്തുന്നു. നമ്മുടെ ജീവിതത്തിൽ നിന്ന് സകല അന്ധകാരത്തിൻ്റെ പ്രവർത്തനങ്ങളും മാറിപ്പോകുന്നു. അന്ധകാരത്തിൻ്റെ ദുഷ്ടാത്മാക്കൾ ഇനിമേൽ നമ്മെ ആക്രമിക്കുകയില്ല. ഇനിമേൽ നമ്മുടെ കുടുംബത്തെ ഉപദ്രവിക്കുകയില്ല. എന്തെന്നാൽ ദൈവമായ കർത്താവിൻ്റെ പ്രകാശത്താൽ പൂരിതമാണ് നമ്മുടെ ഭവനവും കുടുംബവും, അതിൽ വസിക്കുന്ന നാം ഓരോരുത്തരും. ഇന്ന് ദൈവത്തിൻ്റെ പ്രഭയാൽ, അവിടുത്തെ പ്രകാശത്താൽ നമുക്ക് നമ്മെ തന്നെ ആവരണം ചെയ്യാം. നമ്മുടെ സങ്കടങ്ങളെയും ദുഃഖവും വേദനയും എല്ലാം പ്രകാശത്തിൻ്റെ പൂർണ്ണനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. അവിടുന്ന് ശാശ്വതമായ കർത്താവാണ്. അവിടുത്തെ ആശ്രയിക്കുന്നവർക്ക് ശാശ്വതമായ സഹായമുണ്ടാകും. അതിനാൽ ഭയം കൂടാതെ ദൈവത്തെ സമീപിക്കുക. ഹൃദയത്തിൽ നിഷ്കളങ്കതയോടെ ദൈവത്തെ സമീപിക്കുക. അറിഞ്ഞും അറിയാതെയും ചെയ്തുപോയ തിന്മകളെ ഓർത്ത് പശ്ചാത്തപിച്ച് ഈ രാത്രിയിൽ കർത്താവിൻ്റെ സമാധാനവും പ്രകാശവും കൊണ്ട് നാം ഓരോരുത്തരും നിറയാൻ, നമ്മുടെ കുടുംബം പ്രകാശപൂർണമാകാൻ, നമ്മുടെ കുടുംബത്തിലെ എല്ലാ വിഷമങ്ങളും മാറി സമാധാനവും സന്തോഷവും കൊണ്ട് നിറയാൻ ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നല്ലൊരു ഉറക്കം ഈ രാത്രിയിൽ ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിലുള്ള ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ ഓർത്ത് ഈ സമയം പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിൽ നിന്ന് വിദൂരത്തായിരിക്കുന്ന അവരുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെ ഈ രാത്രിയിൽ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ആരൊക്കെ ഈ ലോകത്തിൽ ഉണ്ടോ അവർക്കെല്ലാം വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനാ സഹായം ചോദിക്കാൻ തന്നെ കഴിയാത്ത അവസ്ഥയിൽ അനേകർ നമുക്ക് ചുറ്റും ഈ ലോകത്തിൽ പല ഇടങ്ങളിലായിട്ടുണ്ട്. ഈ ലോകത്തിൽ വെളിച്ചം കാണാതെ ജീവിക്കുന്നവരുണ്ട്. ഇവർക്കെല്ലാം പ്രകാശമായി, വെളിച്ചമായി ഇന്ന് രാത്രിയിൽ ക്രിസ്തുനാഥൻ അവരുടെ ഹൃദയത്തിൽ ഉദിക്കുന്നതിനു വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ലോകത്തിൻ്റെ അന്ധകാരത്തിൽ നിന്ന് ഞങ്ങളെ ഓരോരുത്തരെയും രക്ഷിക്കണമേ. ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ രക്ഷിക്കണമേ. നിന്റെ പ്രകാശത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ അവിടുത്തെ നാമത്തിൽ നമുക്ക് സന്തോഷിക്കാം. എന്നാൽ അന്ധകാരത്തിൽ പ്രകാശിക്കുന്ന ദൈവത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഈ രാത്രിയിൽ സന്തോഷിക്കാം. നമ്മുടെ സന്തോഷം കർത്താവിൽ മാത്രമായിരിക്കട്ടെ. കർത്താവിൽ സന്തോഷിക്കുന്നവർക്ക് എപ്പോഴും സന്തോഷത്തിൻ്റെ അവസ്ഥ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിനാൽ കാണപ്പെടുന്നതെല്ലാം മാറിപ്പോകും, അതിലുള്ള സന്തോഷവും മാറിപ്പോകാം. എന്നാൽ കാണപ്പെടാത്ത ദൈവത്തിൻ്റെ നാമത്തിൽ നമുക്ക് സന്തോഷിക്കാം. അവിടുത്തെ വചനത്തിൽ സന്തോഷിക്കാം. അവിടുത്തെ കാരുണ്യത്തിൽ സന്തോഷിക്കാം. അവിടുത്തെ പ്രകാശത്തിൽ നമുക്ക് സന്തോഷിക്കാം. ഈ രാത്രിയിൽ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച്, നാളത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 48 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ദൈവമേ, അങ്ങയുടെ ആലയത്തിൽ ഞങ്ങൾ അങ്ങയുടെ കാരുണ്യത്തെ ധ്യാനിച്ചു. ദൈവമേ, അങ്ങയുടെ നാമമെന്ന പോലെ തന്നെ അങ്ങയുടെ സ്തുതികളും ഭൂമിയുടെ അതിരുകളോളം എത്തുന്നു. അവിടുത്തെ വലം കൈ വിജയം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സിയോൻ മല സന്തോഷിക്കട്ടെ. അങ്ങയുടെ ന്യായവിധികൾ മൂലം യൂദായുടെ പുത്രിമാർ ആഹ്ലാദിക്കട്ടെ.
സിയോനു ചുറ്റും സഞ്ചരിക്കുവിൻ, അതിന് പ്രദക്ഷിണം വയ്ക്കുവിൻ, അതിൻ്റെ ഗോപുരങ്ങൾ എണ്ണുവിൻ, അതിൻ്റെ കൊത്തളങ്ങളെ ശ്രദ്ധിക്കുകയും കോട്ടകളെ നടന്നു കാണുകയും ചെയ്യുവിൻ. ഇവിടെയാണ് ദൈവം, ഈ ദൈവമാണ് എന്നേക്കുമുള്ള നമ്മുടെ ദൈവം. അവിടുന്ന് എന്നും നമ്മെ നയിക്കുമെന്ന് വരും തലമുറയോട് പറയാൻ വേണ്ടി തന്നെ. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവേ, പ്രകാശത്തിൻ്റെ പൂർണ്ണതയായ പ്രകാശപൂരിതമായ കർത്താവായ യേശുവേ, ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിലേക്ക് എൻ്റെ ഈ പ്രിയ സഹോദരീ സഹോദരങ്ങൾ, കുടുംബാംഗങ്ങൾ, ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ എല്ലാ കുടുംബങ്ങളും നിന്റെ സന്നദ്ധിയിൽ ഈ രാത്രിയിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കാൻ നീ കനിവുണ്ടായതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, അനേകർക്ക് പ്രാർത്ഥന എന്ത് എന്ന് അറിയാൻ വയ്യാത്ത സമയത്ത്, അനേകർക്ക് പ്രാർത്ഥിക്കാൻ മടുപ്പ് തോന്നുന്ന അവസരത്തിൽ, അനേകർക്ക് പ്രാർത്ഥനയിൽ വിശ്വാസം നഷ്ടപ്പെട്ടപ്പോൾ ഞങ്ങളെ നിന്റെ കാരുണ്യം വീണ്ടും നിന്റെ സന്നദ്ധിയിലേക്ക് പ്രാർത്ഥിക്കാൻ കൂട്ടിക്കൊണ്ടുവന്ന നിന്റെ കാരുണ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഇന്ന് രാത്രിയിൽ നിന്റെ പ്രകാശത്താൽ ഞങ്ങളുടെ ഹൃദയത്തെയും കുടുംബത്തെയും ഭവനത്തെയും വസ്തുവകകളെയും നീ പൂർണ്ണമാക്കണമേ. കർത്താവേ, അന്ധകാരത്തിൽ കഴിയുന്ന ഞങ്ങൾക്ക് നിന്റെ പ്രകാശം ഉദിപ്പിച്ച് പ്രകാശത്തിൻ്റെ സന്തോഷം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവേ, പ്രകാശത്തിൽ ഞങ്ങൾക്കെല്ലാം കാണാൻ സാധിക്കും. അന്ധകാരത്തിൽ ഞങ്ങൾ തപ്പിത്തടയുകയാണ്. ഇപ്പോഴത്തെ ഞങ്ങളുടെ ജീവിതാവസ്ഥയിൽ എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ സന്തോഷിക്കണം, എങ്ങനെ സമാധാനം കണ്ടെത്തണം എന്നൊന്നും അറിയാൻ വയ്യാതെ അന്ധകാര അവസ്ഥയിൽ കഴിയുന്ന ഞങ്ങൾക്ക് നീതിനിഷ്ഠയോടും വ്യക്തതയോടും വിശ്വാസത്തോടും കൂടി മുന്നോട്ട് ജീവിക്കാൻ, ഞങ്ങൾക്ക് മുൻപിൽ നീ വച്ചിരിക്കുന്ന സകല നന്മകളെയും ഞങ്ങൾ ആത്മീയ നയനങ്ങളാൽ കാണുന്നതിന് കർത്താവേ, നിന്റെ പ്രകാശത്തിൻ്റെ വലയം ഞങ്ങൾക്ക് ചുറ്റും നീ ആവരണം ചെയ്യണമേ. നിന്റെ പ്രകാശത്തിൽ ആയിരിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ നീ പരിശോധിച്ച്, നീ ഞങ്ങളുടെ ഹൃദയത്തെ കാണുന്നത് പോലെ ഞങ്ങളും ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഹൃദയത്തെ കാണുന്നതിന് കർത്താവേ, നിന്റെ പ്രകാശം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഉദിപ്പിക്കണമേ. ഈ രാത്രിയിൽ വിഷമത്തിലും വേദനയിലും ദുഃഖത്തിലും നിസ്സഹായ അവസ്ഥയിലും നിരാശയിലും ഭയത്തിലും കഴിയുന്നവർക്ക് കർത്താവേ, പ്രകാശമായി, ശക്തിയായി, കാരുണ്യമായി, സഹായമായി, കൃപയായി, സമാധാനമായി നീ അവരെ സന്ദർശിക്കണമേ. ഈ രാത്രിയിൽ നിന്റെ സ്പർശനമേൽക്കാൻ കാത്തിരിക്കുന്ന എല്ലാവർക്കും നീ സ്പർശിച്ച് സുഖം കൊടുക്കണമേ. എല്ലാ രോഗങ്ങളിൽ നിന്നും അസുഖങ്ങളിൽ നിന്നും കർത്താവേ, എൻ്റെ ഈ പ്രിയപ്പെട്ടവരെ നീ കാത്തുകൊള്ളണമേ. ഈ രാത്രിയിൽ മനസ്സിൻ്റെ വേദനകൾ അകറ്റി കർത്താവിൽ കൂടുതൽ വിശ്വാസമർപ്പിച്ച് ഒരു നല്ല ഉറക്കം നൽകി ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ഉറങ്ങാൻ കൃപ തരണമേ. ഞങ്ങളെ ഭാരപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന ഏത് പ്രശ്നങ്ങളും കർത്താവേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും സമർപ്പിക്കുന്നു. പ്രത്യേകമായി പരീക്ഷ എഴുതുന്ന കുഞ്ഞുമക്കളെ പ്രത്യേകം നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവർക്ക് ഉത്സാഹത്തോടെ പഠിക്കാനുള്ള കൃപ കൊടുക്കണമേ. ഭയം കൂടാതെ പരീക്ഷ എഴുതുന്നതിന്, പരീക്ഷയെ അഭിമുഖീകരിക്കുന്നതിന് ഞങ്ങളുടെ കുഞ്ഞുമക്കൾക്ക് ധൈര്യവും ആത്മവിശ്വാസവും നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളും മക്കൾക്ക് നൽകണമേ. കർത്താവേ, പഠിക്കാനുള്ള ഈ സമയം മറ്റെല്ലാ ചിന്തകളിൽ നിന്നും അവർക്ക് മോചനം നൽകി, മറ്റെല്ലാ തെറ്റായ കൂട്ടുകെട്ടുകളിൽ നിന്നും മോചനം നൽകി പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഒരു മിനിറ്റ് പോലും നഷ്ടപ്പെടുത്താതെ എല്ലാ വിഷയങ്ങളും പഠിച്ച് അവർ അതോർക്കുന്നതിനും പരീക്ഷ എഴുതുന്നതിനും ഞങ്ങളുടെ മക്കൾക്ക് നീ കൃപ കൊടുക്കണമേ. രാത്രിയിൽ ഉറക്കമിളച്ചിരുന്ന് പഠിക്കുന്ന മക്കൾക്ക് നീ താങ്ങും തണലുമായി കൂടെയിരുന്ന് അവരെ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. കർത്താവേ, അവരുടെ എല്ലാ ഹാർഡ് വർക്കിനും നീ പ്രതിഫലം നൽകി ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
ഈ രാത്രിയിൽ ഈ പ്രാർത്ഥനയിലൂടെ നീ വൻ കാര്യങ്ങൾ ചെയ്യുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധയിൽ പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം നീ സന്തോഷത്തിനുള്ള വക നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, അവരെ ചുറ്റി വളഞ്ഞിരിക്കുന്ന സകല അന്ധകാരത്തിൽ നിന്നും അവരെ മോചിപ്പിക്കുന്നതിനും നിന്റെ പ്രകാശ വലയത്തിൽ അവരെ ചേർക്കുന്നതിനും അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങൾക്കുത്തരം നൽകുകയും ഈ രാത്രിയിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഉറങ്ങാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശു നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ വേദനകളും വിഷമങ്ങളും അകറ്റി സുഖമായ നിദ്ര നൽകി എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങൾക്കെല്ലാം നീ നൽകണമേ. ആമേൻ. സാധിക്കുന്നവർ ഈ പ്രാർത്ഥന ഷെയർ ചെയ്യുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും.